അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്തയായിരുന്നു വിശുദ്ധ ക്ലാര. 1194 ജൂലൈ 16 ഇറ്റലിയിലെ അസീസിയിലാണ് വിശുദ്ധ ജനിച്ചത്. സാന്റാമിനോയിലെ ഒരു ചെറിയ കോൺവെൻറ്റിലെ സന്യാസിനി സമൂഹത്തിൻ്റെ ആശ്രമാധിപതിയായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്ലാരയെ നിയമിച്ചു. അനുദിന പ്രാർത്ഥനാ ഗ്രന്ഥത്തിൽ വിശുദ്ധയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് അവൾ തൻ്റെ സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ഈ ലോകത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും അകന്ന് ഗ്രാമപ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ താമസിക്കുകയും ചെയ്തു. 1212 മാർച്ച് 18 അവിടെ വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവളുടെ മുടി മുറിച്ച് കളയുകയും അവൾക്ക് സഭാവസ്ത്രം നൽകുകയും ചെയ്തു. അപ്പോൾ ക്ലാരയ്ക്ക് 18 വയസ്സായിരുന്നു പ്രായം. പിന്നീട് അവൾ വിശുദ്ധ ഡാമിയൻ്റെ ദേവാലയത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ദൈവം അവൾക്ക് കുറച്ച് പുണ്യവതികളായ സഹചാരികളെ നൽകി. തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഉപദേശത്തിൽ അവൾ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുകയും അവരുടെ സുപ്പീരിയറായി വർത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് 42 വർഷത്തോളം വിശുദ്ധ സഹകന്യാസ്ത്രീകളുടെ വളരെയേറെ ഉത്സാഹത്തോടും വിവേകത്തോടും കൂടി അവരെ നയിച്ചു. ഇന്നസെൻ്റ് 4 പാപ്പയുടെ സമ്മതത്തോടുകൂടി പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതമായിരുന്നു വിശുദ്ധയും അവളുടെ സന്യാസിനി സമൂഹവും നയിച്ചു വന്നിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പരിപൂർണമായും പിന്തുടരുകയായിരുന്നു വിശുദ്ധ ചെയ്തിരുന്നത്. ഏതാണ്ട് 42 വർഷത്തോളം തൻ്റെ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ച വിശുദ്ധ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ക്ലാരയുടെ മരണശേഷം അവർ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവരുടെ ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ സമൂഹം പാവപ്പെട്ട ക്ലാരമാർ, പുവർ ക്ലാരസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ നിയമാവലിയും വിശുദ്ധ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. നഗ്നപാതരായി നടക്കുക, വെറും നിലത്ത് കിടക്കുക തുടങ്ങി മറ്റു സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും വളരെ കർക്കശമായ ജീവിതമായിരുന്നു ഈ സന്യാസിനികൾ പാലിച്ചു വന്നിരുന്നത്. ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഒരിക്കൽ സാരസൻസ് വിശുദ്ധയുടെ കോൺവെൻറ്റിനെ ആക്രമിക്കുവാൻ തയ്യാറെടുപ്പുകളുമായി വന്നു. രോഗിണിയായിരുന്ന വിശുദ്ധ തൻ്റെ കയ്യിൽ ദിവ്യകാരുണ്യമടങ്ങിയ പാത്രവും വഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവെ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിൻ്റെ അമൂല്യമായ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. അതിനാൽ നിൻ്റെ ഈ ദാസികളെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്നൊരു സ്വരം കേട്ടു. തുടർന്ന് സാരസെൻസസ് ഓടിപ്പോവുകയുണ്ടായി. ഏതാണ്ട് 27 വർഷത്തോളം രോഗത്താൽ പീഡിതയായിരുന്നു വിശുദ്ധ. 1253 ഓഗസ്റ്റ് 11 വിശുദ്ധ മരണപ്പെടുന്നത്. മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പുഷ്പമായിരുന്നു വിശുദ്ധ ക്ലാര. ലോകത്തിൻ്റെ ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയും എന്നാൽ തൻ്റെ സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ സമ്പന്നയുമായിരുന്നു വിശുദ്ധ. പുൽത്തൊട്ടി മുതൽ കുരിശുവരെ ദരിദ്രനായിരുന്ന യേശുവിൻ്റെ ഒരു ഉത്തമ മാതൃകയെന്നും വിശുദ്ധയെ വിശേഷിപ്പിക്കാം. ക്രിസ്തീയ ദാരിദ്ര്യത്തിൽ ആത്മീയത കണ്ടെത്തുവാൻ വിശുദ്ധ ക്ലാരയുടെ മാതൃക നമ്മെ സഹായിക്കും.